നാറ്റോയിലെ ഏറ്റവും വലിയ രണ്ടാമത്തെ സൈനിക ശക്തിയായി തുർക്കി ഇനി പാകിസ്ഥാന്റെ രക്ഷയ്ക്കെത്തും. ഇന്ത്യയോ ഇറാനോ ആക്രമിച്ചാൽ തുർക്കി സൈന്യം അതിർത്തിയിലേക്ക് ഇരച്ചു കയറും. അറബ് മണ്ണിൽ വെച്ച് സൗദി അറേബ്യയും തുർക്കിയും പാകിസ്ഥാനും ചേർന്ന് ഒപ്പുവെച്ച മെക്ക ത്രിരാഷ്ട്ര പ്രതിരോധ കരാറിനെ ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് പാകിസ്ഥാൻ മാധ്യമങ്ങളും തുർക്കി സൈബർ ഹാൻഡിലുകളും ഈ രീതിയിൽ തള്ളിമറയ്ക്കുന്നത്. പക്ഷേ സത്യത്തിൽ എന്താണ് ഇതിന്റെ പിന്നിലെ യാഥാർത്ഥ്യം? സ്വന്തം രാജ്യത്തിരിക്കുന്ന ആണവ ബോംബിൽ ഒന്ന് തൊട്ടുനോക്കാൻ പോലും അമേരിക്കയുടെ അനുവാദം വേണ്ട തുർക്കിക്ക് ഇന്ത്യയുടെ ഒരു രോമത്തിലെങ്കിലും തൊടാൻ സാധിക്കുമോ? ചൈനയെ പോലെയുള്ളൊരു മഹാശക്തിയെ അതിർത്തിയിൽ വിറപ്പിച്ച് ഇന്ത്യക്ക് മുന്നിൽ ഈ മെക്ക ട്രിയോ സഖ്യം എവിടെ നിൽക്കുന്നു? കൃത്യമായ ഡാറ്റകളുടെ അടിസ്ഥാനത്തിലുള്ള ഈ വിശകലനം അവസാന നിമിഷം വരെ കാണുക. സൗദി അറേബ്യയിലെ വിശുദ്ധ നഗരമായ മക്കയിൽ വെച്ച് സൗദി കിരീടാവകാശി മുഹമ്മദ് ബിൻ സൽമാൻ, തുർക്കി പ്രസിഡന്റ് റജബ് തയ്യിബ് എർദോഗൻ, പാകിസ്ഥാൻ പ്രധാനമന്ത്രി ഷഹബാസ് ഷെരീഫ് എന്നിവർ ചേർന്ന് ഒപ്പുവെച്ചതാണ് ഈ സംയുക്ത പ്രതിരോധ കരാർ. ഈ കരാറിലെ പ്രധാനപ്പെട്ട വ്യവസ്ഥകൾ എന്താണെന്നാൽ, ഈ 3 രാജ്യങ്ങളിൽ ഏതെങ്കിലും ഒരു രാജ്യത്തിന് നേരെ ഉണ്ടാകുന്ന സായുധ ആക്രമണം 3 രാജ്യങ്ങൾക്കും നേരെ ഉണ്ടായ ആക്രമണമായി കണക്കാക്കും. കേൾക്കുമ്പോൾ നാറ്റോയുടെ ആർട്ടിക്കിൾ 5 മോഡലിലുള്ള വലിയൊരു കരാറാണെന്നൊക്കെ തോന്നാം. ഇതോടെയാണ് ഇനി പാകിസ്ഥാനെ ഇന്ത്യ തൊട്ടാൽ തുർക്കിയുടെ അത്യാധുനിക ഡ്രോണുകളും സൈന്യവും ഇന്ത്യക്കെതിരെ ഇറങ്ങും, സൗദി അറേബ്യ പണമൊഴുക്കും എന്നൊക്കെയുള്ള പ്രൊപ്പഗൻഡകൾ പ്രചരിച്ചു തുടങ്ങിയത്. എന്നാൽ ഇതിന്റെ വശങ്ങൾ വിശദമായിട്ടൊന്ന് പരിശോധിക്കുമ്പോൾ കാര്യങ്ങൾ തികച്ചും വ്യത്യസ്തമാണ്. തുർക്കി നാറ്റോയിലെ 2ാം ശക്തിയാണെന്ന് പലരും പറയുന്നത് കേൾക്കാം. എന്നാൽ ഇത് കേവലം സൈനികരുടെ എണ്ണം മാത്രം അടിസ്ഥാനമാക്കിയിട്ടുള്ള കണക്കാണ്. ആളെണ്ണം നോക്കി മാത്രം ഒരു രാജ്യത്തിന്റെ സൈനിക ശക്തി അളക്കുകയാണെങ്കിൽ ലോകത്തിലെ ഏറ്റവും വലിയ ശക്തി ഉത്തര കൊറിയയാണെന്ന് പറയേണ്ടി വരും. കാരണം അവിടെ എല്ലാ പൗരന്മാർക്കും നിർബന്ധിത സൈനിക സേവനമുണ്ട്. മാൻഡറ്ററി മിലിറ്ററി കോൺസ്ക്രിപ്ഷൻ ആണ് അവിടെ. നാറ്റോയിൽ അമേരിക്ക കഴിഞ്ഞാൽ യഥാർത്ഥത്തിൽ ഏറ്റവും കരുത്തുറ്റ രാജ്യം ഫ്രാൻസ് ആണ്. സ്വന്തമായി നിർമ്മിച്ച ആണവായുധങ്ങളും ICBMകളും ന്യൂക്ലിയർ സബ്മറീനുകളും വിമാനവാഹിനി കപ്പലുകളും എല്ലാം, അതുപോലെ തന്നെ റഫാൽ യുദ്ധവിമാനങ്ങളും അതിനുള്ള സ്വന്തം ജെറ്റ് എഞ്ചിൻ ടെക്നോളജിയും സാങ്കേതിക വിദ്യയിലും പ്രതിരോധ ശേഷിയിലും ഫ്രാൻസിനും ബ്രിട്ടനും വളരെ പുറകിലാണ് തുർക്കിയുടെ സ്ഥാനം. കേവലം ആളുകളുടെ എണ്ണം മാത്രം കാണിച്ച് തുർക്കി ലോകത്തെ പേടിപ്പിക്കാൻ നോക്കുകയാണെന്നാണ് പറഞ്ഞു വരുന്നത്. തുർക്കി എന്ന രാജ്യം ഒരു സ്വതന്ത്ര വൻശക്തിയാണോ എന്ന് ചോദിച്ചാൽ യഥാർത്ഥത്തിൽ നാറ്റോയുടെയും അമേരിക്കയുടെയും സംരക്ഷണത്തിൽ കഴിയുന്ന ഒരു ആശ്രിത രാജ്യം മാത്രമാണ് അവർ. തുർക്കിയിലെ ഇൻസിർലിക് വ്യോമസേന താവളത്തിൽ അമേരിക്കയുടെ 20 മുതൽ 50 വരെ B-61 ന്യൂക്ലിയർ ഗ്രാവിറ്റി ബോംബുകൾ സൂക്ഷിച്ചിട്ടുണ്ട്. പക്ഷെ വിരോധാഭാസം എന്താണെന്ന് വെച്ചാൽ, സ്വന്തം മണ്ണിലിരിക്കുന്ന ഈ ഒരു ആണവ ബോംബ് പോലും തൊട്ടു നോക്കാനോ കാണാനോ പോലും തുർക്കിക്ക് അനുവാദമില്ല. അതിൻ്റെ പൂർണ്ണ നിയന്ത്രണവും അമേരിക്കൻ സൈന്യത്തിനാണ്. നാറ്റോയിൽ ഇറ്റലിയെ പോലെയുള്ള രാജ്യങ്ങൾക്ക് അമേരിക്കൻ ആണവായുധങ്ങൾ തങ്ങളുടെ യുദ്ധവിമാനങ്ങളിൽ വഹിക്കാനുള്ള അനുമതിയെങ്കിലും നൽകിയിട്ടുണ്ട്. എന്നാൽ തുർക്കിക്കോ സ്വന്തം രാജ്യത്തുള്ള ബോംബുകൾ തങ്ങളുടെ F-16 വിമാനത്തിൽ കയറ്റാൻ പോയിട്ടൊന്ന് കാണാൻ പോലും അമേരിക്കയുടെ പ്രത്യേക അനുമതി വേണം. സ്വന്തം മണ്ണ് വേറൊരു ശക്തിക്ക് സൈനിക താവളം അടിക്കാൻ വിട്ടുകൊടുത്ത് ആണവായുധത്തിന്റെ കൺട്രോൾ പോലും ഇല്ലാതെ കഴിയുന്ന തുർക്കിയാണ് ഇന്ത്യയെ ഭയപ്പെടുത്താൻ വരുന്നത്. അത്ര വലിയ ശക്തിയാണെങ്കിൽ നാറ്റോയിൽ നിന്നും പുറത്തു പോകാൻ തുർക്കിക്ക് ധൈര്യം ഉണ്ടോ? ഇല്ല. കാരണം അമേരിക്കയുടെ തണലില്ല എങ്കിൽ തുർക്കിയുടെ നിലനിൽപ്പ് തന്നെ അപകടത്തിലാകും. തുർക്കി സ്വന്തമായി വികസിപ്പിച്ചെന്ന് അവകാശപ്പെടുന്ന പല സാങ്കേതിക വിദ്യകളും യൂറോപ്യൻ നാറ്റോ രാജ്യങ്ങളിൽ നിന്നും പങ്കുവെച്ച് കിട്ടിയതാണ്. 5ാം തലമുറ യുദ്ധവിമാനമായ കാനിന്റെ പ്രോട്ടോടൈപ്പ് തുർക്കി പുറത്തിറക്കിയെങ്കിലും അതിനാവശ്യമായ ക്രിട്ടിക്കൽ ജെറ്റ് എഞ്ചിനും റഡാർ സാങ്കേതിക വിദ്യയും വികസിപ്പിക്കാൻ ഇന്നും തുർക്കിക്ക് സാധിച്ചിട്ടില്ല. മുമ്പ് ഇന്ത്യ പാകിസ്ഥാനെതിരെ സൈനിക നടപടികളിലേക്ക് കടന്ന പ്രതിസന്ധി ഘട്ടത്തിൽ ഓപ്പറേഷൻ സിന്ദൂറിന്റെ സമയത്ത് പാകിസ്ഥാന് ഡ്രോണുകളും ആയുധങ്ങളുമായി തുർക്കി വിമാനം അയച്ചിരുന്നു. എന്നാൽ ഇന്ത്യ നയതന്ത്ര തലത്തിൽ ഇത് ചോദ്യം ചെയ്തപ്പോൾ തുർക്കിയുടെ മറുപടി എന്തായിരുന്നു അറിയോ? ഞങ്ങളുടെ വിമാനം ആയുധങ്ങളുമായി പോയതല്ല, സാങ്കേതിക തകരാറ് കാരണം ഇന്ധനം നിറയ്ക്കാൻ ഇറങ്ങിയതാണ് എന്ന് പറഞ്ഞ് പേടിച്ചോടുകയാണ് അവർ ചെയ്തത്. ഇന്ത്യയുടെ മുന്നിൽ ഒരു കാർഗോ വിമാനത്തിന്റെ കാര്യം പോലും തുറന്നു സമ്മതിക്കാനുള്ള ധൈര്യം പോലും ഇല്ലാത്ത തുർക്കിയാണ് നാളെ ഇന്ത്യൻ അതിർത്തിയിലേക്ക് സൈന്യത്തെ അയക്കുമെന്ന് പറഞ്ഞ് പാകിസ്ഥാനികൾ സ്വപ്നം കാണുന്നത്. കഷ്ടം. എന്തുകൊണ്ടാണ് സൗദിയും തുർക്കിയും പാകിസ്ഥാനും ചേർന്ന ഇത്തരമൊരു കരാറുമായി മുന്നോട്ട് വന്നത് എന്നറിയാമോ? ഇതിന് പിന്നിൽ ഈ 3 രാജ്യങ്ങളുടെയും ഭയവും അരക്ഷിതാവസ്ഥയുമാണ് പ്രധാനപ്പെട്ട കാരണം. നമുക്ക് സൗദി അറേബ്യ ഒന്ന് എടുത്തു നോക്കാം. ഇറാന്റെ ആക്രമണ ഭീതിയിലാണ് സൗദി. അമേരിക്കയുടെ സുരക്ഷാ ഗ്യാരണ്ടിയിൽ സംശയമുള്ളത് കൊണ്ട് അവർക്ക് പുതിയ കൂട്ടാളികളെ വേണം.
തുർക്കിയുടെ കാര്യം എടുത്തു നോക്കാം. മിഡിൽ ഈസ്റ്റിൽ ഇസ്രയേലുമായുള്ള കടുത്ത ശത്രുതയും നാറ്റോയിലെ ഒറ്റപ്പെടലും തുർക്കിയെ അലട്ടുന്നുണ്ട്. അവരും ഭയത്തിന്റെ ഒരു അവസ്ഥയിലാണ് ഈ ഒരു തീരുമാനത്തിലേക്ക് എത്തിച്ചേർന്നത്. പാകിസ്ഥാനിലേക്ക് വരാം. സാമ്പത്തികമായി തകർന്നടിഞ്ഞ ഇന്ത്യയുടെ തിരിച്ചടിയെ ഭയന്ന് ജീവിക്കുന്ന പാകിസ്ഥാന് ആരുടെയെങ്കിലും താങ്ങ് വേണം. സ്വന്തം ശക്തിയിൽ വിശ്വാസമില്ലാത്ത ഭയചകിതരായ ഈ 3 പേർ ചേർന്നുള്ള ഒരു കടലാസ് കരാർ മാത്രമാണത്. എന്നെ തൊട്ടാ ചോദിക്കാൻ എൻ്റെ ചേട്ടന്മാർ വരൂ എന്ന് പറഞ്ഞു കരയുന്ന അവസ്ഥയിലാണിവർ. ഇന്ത്യയുടെ യഥാർത്ഥ എതിരാളി ആരാണ് ശരിക്കും പറഞ്ഞാൽ? അത് പാകിസ്ഥാനോ തുർക്കിയോ സൗദിയോ ഒന്നുമല്ല. ലോകത്തിലെ 2ാമത്തെ സൂപ്പർ പവറായ അമേരിക്ക പോലും ഭയക്കുന്ന ചൈനയാണ് ഇന്ത്യയുടെ കോമ്പറ്റീറ്റർ. ചൈന അതിർത്തിയിൽ കൊമ്പ് കുലുക്കി വന്നിട്ട് ഇന്ത്യ ഒരു അടി പോലും പിന്നോട്ട് പോയിട്ടില്ല. 1967 നാഥുല അതിർത്തിയിൽ ചൈനയ്ക്ക് മുതലും പലിശയും നൽകി തിരിച്ചടച്ചു. ഗാൽവാനിലും അരുണാചൽ പ്രദേശിലും കടന്നു കയറാൻ നോക്കി ചൈനീസ് സൈന്യത്തിന് ഇന്ത്യ നൽകിയത് ശക്തമായ മറുപടിയാണ്. ഒടുവിൽ ഞങ്ങൾ പിന്നോട്ട് പോകില്ല എന്ന് വാശി പിടിച്ച ചൈനയ്ക്ക് അതിർത്തിയിൽ നിന്നും സൈന്യത്തെ പിൻവലിക്കേണ്ട അവസ്ഥ വന്നു. ലോകത്തിലെ ഏറ്റവും വലിയ 2ാമത്തെ വൻ ശക്തിയായ ചൈനയ്ക്ക് പോലും ഇന്ത്യയുടെ കരുത്ത് ബോധ്യപ്പെട്ടിട്ടുണ്ട്. പിന്നെയാണോ കടക്കണിയിലും പട്ടിണിയിലും ദാരിദ്ര്യത്തിലും അലയുന്ന പാകിസ്ഥാനും അമേരിക്കയുടെ ദയയിൽ കഴിയുന്ന തുർക്കിയും ശബ്ദത്തെക്കാൾ വേഗത്തിൽ കുതിക്കുന്ന ബ്രഹ്മോസ് മിസൈലുകളും അഗ്നി 5ഉം S-400ഉം ഇത്തരത്തിലുള്ള ഡിഫൻസ് സിസ്റ്റവും എല്ലാമുള്ള തദ്ദേശീയമായി നിർമ്മിച്ച വിമാനവാഹിനി കപ്പലായ INS വിക്രാന്തും കൈവശമുള്ള ഭാരതത്തിന്റെ പരമാധികാരത്തെ തൊടാൻ ഒരു സഖ്യത്തിനും കഴിയില്ല. എന്നാലും ഈ വിഷയത്തിൽ നിങ്ങളുടെ അഭിപ്രായം എന്താണ്? മെക്കാ ട്രിയോ കരാർ ഇന്ത്യക്ക് ഒരു ഭീഷണിയാണെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? അതോ അത് വെറും പ്രചരണ തന്ത്രം മാത്രമാണോ? തീർച്ചയായും നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ചെയ്യൂ. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്യാനും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കാനും മറക്കരുത്. മറ്റൊരു നിർണായക വിഷയവുമായി വീണ്ടും എത്തും വരെ നന്ദി.